നീ വിഷമിക്കാതെ. ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തില്ലെന്ന് വെച്ച് നിന്നെ പിരിച്ചുവിടാനൊന്നും നിയമമില്ല. അയാളോട് പോകാൻ പറ മോളെ. അതല്ല ചിത്രേ, അയാളുടെ കുത്തുവാക്കും ശകാരവും കൂടും. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യോ? എന്താ രാവിലെ രണ്ടുപേരും കൂടി? ചേച്ചി, ഞാനും ഇവളും തമ്മിലൊരു തർക്കം. ഇവള് പറയുന്നു ചേച്ചിക്ക് 32 വയസ്സെങ്കിലും കാണുമെന്ന്. ഞാൻ പറയുന്നു 27 ഒട്ടും കൂടില്ലെന്ന്. ബെറ്റുണ്ട്. എന്റെ കാശ് പോവോ? ഈ വയസ്സിലൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. എന്റെ ചേച്ചി, നല്ലൊരു കാര്യം പറഞ്ഞു വരുമ്പോ ഇങ്ങനെ ആയാലോ? വയസ്സ് എത്രയായാലെന്താ? ചേച്ചിക്ക് നിത്യ യൗവനല്ലേ? നീ പണ്ടേ വിളഞ്ഞ വിത്ത കൂടെ കൊണ്ടുവന്ന് ഈ പാവത്തിനെ കൂടെ ചീത്താക്കരുത്. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? സത്യത്തിൽ ആലോചന കൊണ്ടുവന്നത് ഇവളാ. എന്താലോചന? അതെങ്ങനെയാ? പറഞ്ഞ കൊല്ലാൻ വന്നാലോ? നീ കാര്യം പറ ചിത്രേ. ഇവളുടെ ബാങ്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ ഒരു 30-35 വയസ്സ് വരും. പക്ഷെ കണ്ടാൽ എത്രയൊന്നും തോന്നുകയില്ല. അയാൾ ചേച്ചി അറിയും. അറിയെന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് അറിയും. അയാൾക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന്. എന്നെയോ? എന്തിന്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്? കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഷ്ടം തോന്നിയിട്ട്. പലയിടത്തും വെച്ച് അയാൾ ചേച്ചിയെ കാണാറുണ്ട്. ചിലപ്പോ ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം അയാൾ ഇതിലെ സ്കൂട്ടറിൽ കറങ്ങാറുമുണ്ട്. ഇവൾ ഇവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അയാൾ ഇവളുടെ പുറകെയാ. ചേച്ചിയോട് ഈ വിവരം ഒന്ന് പറയണമെന്ന്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല പിള്ളേരെ? എന്ന് വെച്ചാൽ ഞാൻ ഇതിലിടപെട്ടത് സത്യത്തിൽ ചേച്ചിയുടെ കാര്യമായതുകൊണ്ടാ. അയാൾ വന്ന് ചേച്ചി ഒന്ന് കണ്ടോട്ടെ, അതിനിപ്പോ നമുക്കെന്താ നഷ്ടം? ഒരു കാര്യം തീർച്ചയാ, കണ്ടാ ചേച്ചിക്കും ഇഷ്ടപ്പെടും. യോഗ്യൻ, സുമുഖൻ, അന്തസ്സുള്ള കുടുംബത്തിലെ ഒരേ ഒരു മകൻ. ചേച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് അയാൾ മേരിയോട് ചോദിച്ചു. ഇവള് വെച്ചങ്ങ് കീച്ചുകയും ചെയ്തു. ചേച്ചിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്ന്. പക്ഷേ അയാൾക്ക് കാശും സ്വത്തുന്നല്ല കാര്യം. ചേച്ചിയോടാ. ചേച്ചി പറ, അയാളോട് എന്നാ വരാൻ പറയണ്ടേ? ഇവിടെ ആരും വരെയും വേണ്ട, കാണുകയും വേണ്ട. ഇനിയിപ്പോ ഈ വയസ്സുകാലത്താ എനിക്ക്. പിന്നെ ആര് പറഞ്ഞു ചേച്ചിക്ക് വയസ്സായെന്ന്? അല്ലെങ്കിൽ തന്നെ ഇത് അയാൾക്ക് ഇഷ്ടായിട്ടല്ലേ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആരോ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേണമെങ്കിൽ ആ പോട്ടേന്ന് വെക്കാം. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ചേച്ചി എതിർപ്പൊന്നും പറയരുത്. ഞങ്ങൾ അയാളോട് വരാൻ പറയും ഈ ആഴ്ചയിൽ എന്തെങ്കിലും. ചേച്ചി ഒന്നും അറിയണ്ട. അയാൾ വരുമ്പോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒന്ന് നിന്നേച്ചാ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു.